അണ്ടത്തോട് GMLP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം മെയ് 31 രാവിലെ 11 മണിക്ക് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് കുട്ടികൾക്ക് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുന്നൂർകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 165 വർഷം പഴക്കമുള്ള ഈ വിദ്യാലയ മുത്തശ്ശി ഇതുവരെ സ്വന്തമായി സ്ഥലമില്ലാതെ വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. 2019 സ്കൂളിനു വേണ്ടി പുതിയടത്ത് സോമൻ എന്ന വ്യക്തി സൗജന്യമായി വാങ്ങി നൽകിയ 20 സെന്റ് സ്ഥലവും പിന്നീട് 2021-22 പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് വാങ്ങിയ 30 സെന്റ് സ്ഥലവും ചേർന്ന് 50 സെന്റ് സ്ഥലത്താണ് സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യത്തോടുകൂടി സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്നത്. MLA ഫണ്ടും അർബൻ മിഷൻ ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും സംയുക്തമായി തുടർ പദ്ധതിയായി 5 കോടി രൂപ വിനിയോഗിച്ചാണ് പണി പൂർത്തീകരിക്കുക. ആദ്യഘട്ടം MLA ഫണ്ട് 99.5 ലക്ഷം രൂപയും 82.8 ലക്ഷം പഞ്ചായത്ത് ഫണ്ടും അർബൻ ഫണ്ടും ചെലവഴിച്ച് 5756 സ്ക്വയർ ഫീറ്റിൽ 6 ക്ലാസ് റൂമുകളും സ്റ്റാഫ് റൂം, കിച്ചൺ എന്നിവ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. NK അക്ബർ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, വൈസ് പ്രസിഡന്റ് EK നിഷാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തയിൽ മൂസ, വാർഡ് മെമ്പർ ബുഷറ നൌഷാദ്, പ്രധാനാധ്യാപിക PA റസിയ, PTA പ്രസിഡന്റ് നവാസ് അണ്ടത്തോട് തുടങ്ങിയവർ പങ്കെടുത്തു. ടോട്ടൽ 5 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് നമ്മുടെ GMLP സ്കൂൾ അണ്ടത്തോടിന് ലഭ്യമായിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. ഇതോടുകൂടി നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും സ്വന്തമായി സ്ഥലവും കെട്ടിടവുമുള്ള വിദ്യാലയമാക്കി നമുക്ക് നമ്മുടെ പഞ്ചായത്തിനെ മാറ്റാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഈ ക്ലാസ് റൂമുകളെല്ലാം ഹൈടെക് ആക്കുന്നതിനും അതുപോലെ മറ്റു സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിനുമായിട്ടുള്ള പദ്ധതി കൂടി ഫണ്ട് കൂടി വകയിരുത്തിയിട്ടുണ്ട്.